നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 1-2 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മാർച്ച് 1 രാവിലെ 5:57 AM മുതൽ മാർച്ച് 3 രാവിലെ 6:39 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇത് ചന്ദ്രരാശി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ചന്ദ്രൻ്റെ മാത്രമല്ല, ബാക്കി എല്ലാ 9 ഗ്രഹങ്ങളുടെയും ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മഹാദശ, അന്തർദശ, പിന്നെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇതെല്ലാം അനുകൂലമായെങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾ 100% അനുഭവത്തിൽ വരികയുള്ളൂ. ഇതൊന്നും അനുകൂലമല്ലെങ്കിൽ ഒരു 30% മുതൽ 50% വരെ ഈ രാശിഫലം അനുഭവവേദ്യമാകുന്നതാണ്. ഇന്ന് ഏകദേശം 12 രാശികളിൽ 5 രാശികൾക്ക് ഗുണാധിക്യമുണ്ട്. ആർക്കും തന്നെ ദോഷാധിക്യമില്ല, കടുത്ത ദോഷാധിക്യമില്ല. ആദ്യം നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള രാശികളുടെ കാര്യം പറയാം. അതിനു മുമ്പ് എല്ലാ ദിവസവും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇന്നും പറയാം. അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. 1-2% ഫലപ്രാപ്തി കുറയും ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും പിന്നെ ഈ ദക്ഷിണ ചോദിച്ച് വാങ്ങാൻ പാടില്ല, അറിയാം. പക്ഷേ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല ദക്ഷിണ. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് തുടങ്ങിയവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. ആദ്യം നമുക്ക് കുംഭം രാശിയിൽ നിന്ന് തുടങ്ങാം. കുംഭരാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ബുധനും ശുക്രനും അനുകൂലമായിട്ട് വരുന്നു. എങ്കിലും സൂര്യനും ശനിയും ജന്മത്തിൽ, ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതിന് ശനിയും സൂര്യനും പ്രതികൂലമാണ്. തിങ്കളാഴ്ച, ഞായറാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുക. ഇവർക്ക് 2 ഗ്രഹങ്ങൾ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 2 ഗ്രഹങ്ങൾ ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല, എങ്കിലും ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം ധനവരവുണ്ടാവും. ബന്ധങ്ങൾ അത്യാവശ്യം ഊഷ്മളമാവും. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മീനം രാശിയെക്കുറിച്ച് നോക്കാം. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ
പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സർപ്പം അഥവാ രാഹു ജന്മത്തിൽ നിൽക്കുന്നു മീനം രാശിക്ക്. ശനിയും സൂര്യനും 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ചൊവ്വ 4ാം ഭാവത്തിൽ പ്രതികൂലമാണ്. അപ്പോൾ 4 പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ്. തീർച്ചയായിട്ടും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോവുക. പിന്നെ ഞായർ, തിങ്കൾ, ശനി ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോവുക. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് അയ്യപ്പ ക്ഷേത്രത്തിൽ, മിക്കവാറും ശിവക്ഷേത്രങ്ങളിൽ അയ്യപ്പനും കാണും. അപ്പോൾ അവിടെ നീരാഞ്ജനം നടത്തുക. അയ്യപ്പന് ശനിദോഷം കുറയും. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും പുള്ളുവൻ പാട്ടും നടത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇവർക്ക് 4 പാപഗ്രഹങ്ങളാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് ദോഷകരം തന്നെയാണ്. എങ്കിലും 3 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ട്. അതുപോലെ തന്നെ ശുക്രനും ചന്ദ്രനും ജന്മത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയാം. ഇനി മിഥുനം രാശിയുടെ കാര്യം പറയാം. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചൊവ്വയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സൂര്യനും ശനിയും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ഇവർ ശിവക്ഷേത്രങ്ങളിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പോവുക. അത് എല്ലാവരോടും ഞാൻ പറയുകയാണ്. ഇവർ ചൊവ്വാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം, ഭസ്മാഭിഷേകം തുടങ്ങിയവ ചെയ്യുക. വ്യാഴം ഇവർക്ക് 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഏറ്റവും വലിയ തുളസിമാല ചാർത്തുക, പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റ് വഴിപാടുകൾ നടത്തുക. ഇതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച നിർബന്ധമായിട്ടും വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ പോവുക, ജലധാര നടത്താം. അതുപോലെ തന്നെ അയ്യപ്പന് നീരാഞ്ജനം നടത്താം. അപ്പോൾ ദോഷാധിക്യമൊക്കെ കുറയും. പൊതുവെ ഈ ആദ്യം പറഞ്ഞ 3 രാശിക്കാരും പ്രധാനമായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. എല്ലാവരും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അല്പം ദോഷാധിക്യമൊക്കെ ഉള്ളത് പൂർണ്ണമായിട്ടും ഗുണാധിക്യമായിട്ട് മാറി നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഏത് ദുര്യോഗമുള്ള സമയത്ത് പോലും ഈശ്വരനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ഈ ഗ്രഹനിലയിലും രാശിഫലത്തിലുമൊക്കെ പ്രതികൂലമായിട്ടുള്ളത് ഉണ്ടായാൽ പോലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടാവും. നോക്കുക, ഇരുള് പരക്കുമ്പോൾ നമ്മുടെ നിഴല് പോലും നമ്മൾ ഉപേക്ഷിച്ചു പോകും. പക്ഷേ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏത് ദുര്യോഗമുള്ള സമയത്തും
അത് തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കി ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. മിഥുനം രാശിക്ക് ചന്ദ്രനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു കർമ്മഭാവത്തിൽ. അപ്പോൾ കുറേയൊക്കെ ദോഷങ്ങൾ അതുവഴി ഇല്ലാതാവും. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുകയുള്ളൂ. ഇനി നമുക്ക് കർക്കിടകം രാശിയുടെ കാര്യം നോക്കാം. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയം ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവിടെ സൂര്യൻ ശനി ഇവ അഷ്ടമത്തിൽ നിൽക്കുന്നു. ചൊവ്വ നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ 3 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. നേരത്തെ ബുധനും ചന്ദ്രനുമൊക്കെ ഈ സൂര്യൻ്റെയും ശനിയുടെയും ഈ സംഘർഷത്തിന് ഇടയിൽ അതിന് ഒരു അയവ് വരുത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും ഈ സൂര്യനും ശനിയും ഒരേ രാശിയിൽ അവരുടെ സംഘർഷം തുടരുകയാണ്. ഇപ്പോൾ ബുധനും ചന്ദ്രനും ഒന്നും ആ സംഘർഷത്തിന് അയവ് വരുത്തുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച, ഞായറാഴ്ച, ശനിയാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ പോവുക. ശനിയാഴ്ച അയ്യപ്പന് നീരാഞ്ജനം നടത്തുക. ശിവന് ഈ ദിവസങ്ങളിലൊക്കെ ജലധാരയെങ്കിലും നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം, ഭസ്മാഭിഷേകം ഒക്കെ നടത്തുക. ഇവിടെ ഇവർക്ക് ചന്ദ്രനും ബുധനും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഇവർക്ക് 4 ഗ്രഹങ്ങളുണ്ട്. സർപ്പം, ശിഖി, ശുക്രൻ, വ്യാഴം. വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ദൈവാധീനം ഉള്ള സമയം തന്നെയാണ്. എങ്കിലും തീർച്ചയായിട്ടും ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാൻ പാടില്ല. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സർപ്പം അഥവാ രാഹു, അതുപോലെ തന്നെ ചന്ദ്രൻ, ഇവ രണ്ടും പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. അപ്പോൾ ഇവർ ശിവക്ഷേത്രത്തിലും അയ്യപ്പനെയൊക്കെ ഭജിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ട് പാടിക്കുക. ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതിൽ തന്നെ ഹൈലൈറ്റ് ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. പിന്നെ ബുധനും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് നമുക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഒരു പരിധിവരെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലം തരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയ തുളസിമാല കൊടുക്കാൻ ശ്രമിക്കാം. പാൽപ്പായസം കഴിക്കാം, അർച്ചനകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവർക്കും അത്യാവശ്യം ദോഷാധിക്യം ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് മറികടക്കാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും ഇവരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ളതൊക്കെ അങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വൃശ്ചികം രാശിയുടെ കാര്യം നോക്കാം. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ
വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി ശനിയാണ്, പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ അഷ്ടമത്തിലാണ്, പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോവുക, ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോവുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പോവുക. പിന്നെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് കേതുവാണ്. കേതു അഥവാ ശിഖി, അത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചെവിക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 5ാം ഭാവത്തിൽ സർപ്പം വരുമല്ലോ. അപ്പോൾ അത്യാവശ്യം ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ സാധ്യത കാണുകയാണ്. എങ്കിലും ഇവിടെ 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. വ്യാഴം 7ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ദൈവാധീനം മാത്രമല്ല, പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതം, അതുപോലെ പ്രേമബന്ധങ്ങൾ, പിന്നെ സുഹൃത്ത് ബന്ധം, പിന്നെ ബിസിനസ് ബന്ധങ്ങൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ തന്നെ അത് നിസ്സാരമായിട്ട് പരിഹരിച്ച് തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും. വൃശ്ചികം രാശിക്ക് ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. അവർക്ക് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 6ാം ഭാവത്തിലാണ് വ്യാഴം. അത് മെയ് 14-ന് 7ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നേട്ടങ്ങൾ വ്യാഴം വഴി കിട്ടും. ധനുരാശിക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ സൂര്യനും ശനിയും 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദിത്യ ശനി സംഘർഷം, യോഗം എന്ന് പറയാൻ ഒക്കത്തില്ല, സംഘർഷം ഇവരെ ബാധിക്കില്ലെന്ന് മാത്രമല്ല അത്യാവശ്യം നേട്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇവർക്ക് കന്നി മാസം മുഴുവൻ തൊഴിൽ ഭാഗ്യം ഉണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ സാങ്കേതിക മികവിലൂടെ ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവും. ഏകദേശം 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, തുളസിമാല ഏറ്റവും വലുത് നോക്കി ഒരെണ്ണം മഹാവിഷ്ണുവിന് സമർപ്പിക്കുക, പാൽപ്പായസം കഴിക്കുക, മറ്റ് അർച്ചനകളൊക്കെ നടത്തുക. തീർച്ചയായിട്ടും ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക, ഈശ്വര ഭജനത്തിൽ മുഴുകി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആർക്കും നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഗുണാധിക്യമുള്ള 5 രാശിക്കാരുടെ കാര്യം നോക്കാം. അതിൽ ആദ്യം നമുക്ക് പറയാവുന്നത് തുലാം രാശിയാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രം ആണ്. എങ്കിലും അതിലും അത്യാവശ്യം നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാനെപ്പോഴും പറയും, ഈ മാർച്ച് 29-ന് നല്ലൊരു കാലം തുടങ്ങിയാണ്, ഏകദേശം 2.5 വർഷം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോഴേ കണ്ടു തുടങ്ങും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് 4 ഗ്രഹങ്ങളെ അനുകൂലമായിട്ട്
പറയാൻ പറ്റുള്ളൂ. എങ്കിലും കേതുവും അനുകൂലമായിട്ടൊക്കെ കണക്കാക്കാം. കാരണം 6ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതുവിന് നഷ്ടമെന്നല്ല, ചിലവ് ഉണ്ടാവും. എങ്കിലും അതൊക്കെ ഗുണകരമായ, ഭാവിയിൽ ഗുണകരമാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കായിരിക്കും ഇവർക്ക് അവസരമൊരുങ്ങുക. പിന്നെ 5ാം ഭാവത്തിലെ ശനി വലിയ നേട്ടങ്ങളൊന്നും കൊണ്ടുവരില്ലെങ്കിൽ ഇവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അതും നമുക്ക് അനുകൂലമായിട്ട് തന്നെ കണക്കാക്കാം. ബുധൻ ഇവിടെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നീച രാശിയിലായതുകൊണ്ട് നമുക്ക് കാര്യമായ നേട്ടം പ്രതീക്ഷിക്കാൻ. പിന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് പറയാവുന്നത് വ്യാഴമാണ്. അഷ്ടമത്തിൽ വ്യാഴമാണ്. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇവർക്ക് സർപ്പം അഥവാ രാഹു അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവേണ്ട സമയമാണ്. എങ്കിലും കുറച്ചുകൂടി ഇവർക്ക് ക്ഷമിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരു മാർച്ച് 29 ഒക്കെ ആകുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസങ്ങൾ വന്ന് കണ്ടുകൊള്ളണം. അതുപോലെ തന്നെ ഈ ദിവസം മാർച്ച് 1, 2 തീയതികളിൽ ചന്ദ്രൻ അനുകൂലമാണ്. മറ്റ് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. എങ്കിലും തുലാം രാശിക്കാർക്ക് പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. കാരണം വലിയൊരു കാലയളവ്, ഏകദേശം 2.5 വർഷം ശനി 6ാം ഭാവത്തിൽ, അതും മീനത്തിലാണ് വരുന്നത്. മീനം എന്ന് പറയുമ്പോൾ ഇവരുടെ 6ാം ഭാവം, തുലാം രാശിയുടെ 6ാം ഭാവം മാത്രമല്ല ശുക്രൻ്റെ ഉച്ചക്ഷേത്രവും കൂടെയാണ്. ശുക്രനും ശനിയും സുഹൃത്ത് നക്ഷത്രങ്ങളാണ്, ഗ്രഹങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശനിക്ക് കൂടുതൽ പവർ വരുന്നു. തീർച്ചയായിട്ടും ഇവർക്ക് വലിയൊരു കാലഘട്ടം, ഒരു 2.5 വർഷം വളരെ വലിയ നേട്ടങ്ങൾ, വിസ്മയകരമായ നേട്ടങ്ങൾ, അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ, ഇടിവെട്ട് സൗഭാഗ്യം, അതൊക്കെ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോഴേ തന്നെ തീർച്ചയായിട്ടും കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാർച്ച് 29 തൊട്ട് ഒരു 2.5 വർഷക്കാലം ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. തുലാം രാശിക്ക് തൽക്കാലം ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി നമുക്ക് കന്നി രാശിയുടെ കാര്യം നോക്കാം. കന്നി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് കേതുവും സർപ്പവും പ്രതികൂലമാണ്. എങ്കിലും ഇവർക്ക് മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ഇവിടെ ഇപ്പോൾ ചന്ദ്രനും അനുകൂലമായിട്ട് വന്നു. 6ാം ഭാവത്തിൽ സൂര്യനും ശനിയും നിൽക്കുന്നു. അപ്പോൾ അത് സൂര്യനും ശനിയും കൊണ്ടുള്ള സംഘർഷം ഇവരെ ബാധിക്കില്ല. കാരണം രണ്ടും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ ഭാഗ്യം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ സാങ്കേതിക രംഗത്ത് ഇവർക്ക് ഉയർച്ച ഉണ്ടാവും. സർവകാര്യ വിജയം അത് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, വ്യാഴം ഇവർക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചൊവ്വ ഇവർക്ക് കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ കർമ്മഭാവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ രംഗം അസാമാന്യമായിട്ടും തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് വരും. എങ്കിലും ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത് ചൊവ്വ കർമ്മഭാവത്തിൽ ഇവർക്ക് വരുമ്പോൾ.
പിന്നെ തീർച്ചയായിട്ടും ഇത്രയും ഗ്രഹങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഇവർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചൊവ്വ, ശനി ഇവ രണ്ടും അനുകൂലമാണ്. അതുപോലെ തന്നെ വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ വാഹനലാഭം പ്രതീക്ഷിക്കാം. വാഹനലാഭം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. തീർച്ചയായിട്ടും ഇവർ സർപ്പക്ഷേത്രത്തിൽ, വിഗ്രഹ പ്രതീക്ഷയുള്ള ക്ഷേത്രത്തിൽ നൂറുപാലും അതുപോലെ തന്നെ പുള്ളുവൻ പാട്ടൊക്കെ പാടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണവർദ്ധനം ഉണ്ടാവും. ഈ ഭാഗ്യം തന്നെ വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇതെല്ലാം തന്നെ 100% അനുഭവവേദ്യമാകുന്നതാണ്. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എങ്കിലും ഇവർക്ക് ശനിയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ പോവുക. അതുപോലെ തന്നെ ശിവന് ജലധാര മാത്രമല്ല വഴിപാടുകളൊക്കെ നടത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അയ്യപ്പന്, ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ശനിയാഴ്ച. ഇവർക്ക് വ്യാഴം 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ദൈവാധീനമുണ്ട്. അതേസമയം ഇവർക്ക് പ്രേമബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം, അതുപോലെ തന്നെ കല്യാണം, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. കാര്യം സർപ്പം അഥവാ രാഹു 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. പിതൃസ്ഥാനീയരുടെയും മാതൃസ്ഥാനീയരുടെയും ഗുരുസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഊഹക്കച്ചവടം, അതായത് ഓഹരി വിപണി, പിന്നെ ചിട്ടി, അതുപോലെ തന്നെ ലോട്ടറി തുടങ്ങിയ മേഖലയിലൊക്കെ ഇവർക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുകൂടാതെ ഇവിടെ ശുക്രനും അനുകൂലമാണ്, ചന്ദ്രനും അനുകൂലമാണ്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ധനവരം ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന്. പിന്നെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും. അപ്പോൾ മകരം രാശിക്ക് ഞങ്ങൾ പറയുന്നത് ഗുണാധിക്യമാണ്. ഇനി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. പക്ഷേ ഇവിടെ സർപ്പം അഥവാ രാഹു, ബുധൻ, ചന്ദ്രൻ ഇവ 3ഉം വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ, അതായത് പണമിടപാടുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക, കഴിവതും ഒഴിവാക്കുക. അതേസമയം ഇവർക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്ര തുടരുകയാണ്. എങ്കിലും അതിന് ഒരു 10% ഇടിവ് വരും. കാരണം ചന്ദ്രനും ബുധനും പ്രതികൂലമാണ്. വ്യാഴം, ശനി, സൂര്യൻ, ചൊവ്വ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ അത് മാർച്ച് 29 മുമ്പായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവർക്ക് അല്പം ഒരു 10% കുറവ് വരും ഈ ഇടിവെട്ട് സൗഭാഗ്യത്തിൽ നിന്ന്. എങ്കിലും ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവയൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. വാഹന ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ ലാഭം
സന്താന നേട്ടം, പിതൃഗുണം. പിന്നെ സാങ്കേതിക രംഗത്ത് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ആണ് ഏറ്റവും അധികം ഈ ദിവസങ്ങളിൽ നേട്ടമുള്ളത്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴവും ചൊവ്വയുമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു, ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. തീർച്ചയായിട്ടും ചൊവ്വാഴ്ച വരെ മുരുകക്ഷേത്രത്തിൽ പോവുക, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. തൊഴിൽ ഭാഗ്യം ഇവർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ എടുത്തു പറയുന്നു. കാര്യം കർമ്മഭാവത്തിൽ സൂര്യനും ശനിയും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അത് ശനി കണ്ടകശനിയാണെങ്കിലും കർമ്മഭാവത്തിൽ സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ശനി ഇവർക്ക് അനുകൂലമാണെന്ന് പറയുന്നത്. അത് തൊഴിൽ ഭാഗ്യം. അതിനോടൊപ്പം സംഘർഷം ഉണ്ടാക്കുന്ന ഗ്രഹമാണെങ്കിലും സൂര്യനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. തൊഴിൽ ഭാഗ്യം, പിന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് 11ാം ഭാവത്തിലാണ് ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, രാഹു ഇത് നിൽക്കുന്നത്. 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ബുധനും ശുക്രനും പ്രത്യേകിച്ച് ഒരുമിച്ച് അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പരീക്ഷ ഇൻ്റർവ്യൂവിലൊക്കെ വിജയമുണ്ടാവും. പിന്നെ ഇവർക്ക് രാഹു 11ാം ഭാവത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും 5ാം ഭാവത്തിൽ കേതു വരും. അപ്പോൾ ഇത് രണ്ടും ഏറ്റവും പ്രബലമായിട്ട് നിൽക്കുകയാണ്, ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 1-3-2025, അതായത് മാർച്ച് 1-ാം തീയതി. 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 3, 2, 5, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2-3-2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 3, 9, 8, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. മാർച്ച് 1, 2 തീയതികളിൽ രാവിലെ 5:02 AM മുതൽ രാവിലെ 5:50 AM വരെയാണ്. 1, 2 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്താൽ ഉത്തമമാണ്. ഇനി അഭിജിത്ത് മുഹൂർത്തം 1-ാം തീയതി ഉച്ചയ്ക്ക് 12:10 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെയാണ് 1-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 2-ാം തീയതി 12:10 PM മുതൽ ഉച്ചയ്ക്ക് 12:10 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെയാണ് 2-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊക്കെ 100% റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി രാഹുകാലം 1-ാം തീയതി രാവിലെ 9:36 AM മുതൽ രാവിലെ 11:05 AM വരെയാണ് 1-ാം തീയതി രാഹുകാലം. 2-ാം തീയതി വൈകിട്ട് 5 PM മുതൽ വൈകിട്ട് 6:29 PM വരെയാണ് 2-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 1-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, 2-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ
ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.